നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു വീമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നാലാമത്തെ ലോകശക്തി ഏതാണ്ട് 3000 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നാലാമത്തെ ദിവസം നമ്മുടെ ഗ്യാസ് ഔട്ട് ആവുകയാണ്. അനിവാര്യമായിട്ടുള്ള പ്രതിസന്ധി ലോകത്തിനുണ്ടാവും. നമ്മുടെ രാജ്യം ദുർബലമായ രാജ്യമാണെന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു യുദ്ധം കൂടിയാണിത്. ഇത് നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ അല്ല. ഇത് ലോകത്തെ തകിടം മറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ലോകത്തെ ആകെ കീഴ്പ്പെടുത്താനുള്ള അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ ഒരു ശ്രമമാണ് ഈ യുദ്ധം. പക്ഷെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. അത് ഏത് രീതിയിലാണ് ലോകത്ത് പരിണമിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് കാര്യമാണ്. നമസ്കാരം. കഴിഞ്ഞ ആഴ്ച വരെ യുദ്ധം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ടി വിയിൽ കണ്ട് ആസ്വദിക്കാവുന്നൊരു ഇവന്റ് ആയിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് കാര്യം മാറിയിട്ടുണ്ട്. നമ്മുടെ അടുക്കളകളെ നേരിട്ട് തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. LPG ഷോർട്ടേജ് മാത്രമല്ല, ഇത് CNG നാളെ പെട്രോൾ ഇല്ലാതാവും. ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച നടക്കുന്നു. ഈ വിഷയം ആരാണ് ഇത് പരിഹരിക്കേണ്ടത്? എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? ട്രംപ് വിചാരിച്ചാൽ നടക്കൂ? ഇറാൻ വിചാരിച്ചാൽ നടക്കൂ? അതോ ഇന്ത്യ ചൈന പോലത്തെ തേർഡ് പാർട്ടീസ് വിചാരിച്ചാൽ നടക്കൂ? ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നാളെ ഇത് നമ്മളെ ബാധിക്കാൻ പോകുന്നത്? അതായത് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു വീമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നാലാമത്തെ ലോകശക്തി. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ലോകശക്തിയാകും കുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീമ്പ് പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 3000 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നാലാമത്തെ ദിവസം നമ്മുടെ ഗ്യാസ് ഔട്ട് ആവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു ബലഹീനത തുറന്നു കാട്ടുന്നൊരു സംഭവം കൂടിയാണിത്. നമ്മൾ കേവലം അത് അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതാവുന്നതോ ഹോട്ടലിൽ അടയ്ക്കുന്നൊരു വിഷയം, അത് വലിയൊരു വിഷയം തന്നെയാണ്. പക്ഷെ ആ വിഷയത്തെ ആ രീതിയിൽ ചുരുക്കി പരിമിതപ്പെടുത്തി കാണേണ്ട ഒരു വിഷയമല്ല. ഈ പറഞ്ഞ ഈ വലിയ വീമ്പ് പറച്ചിലിനും ഒക്കെ ഉള്ളൊരു ഇതാണ്. ഇത് തോമസ് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, ഇത് പരിഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതിന് പരിഹാരം നേരത്തെ കാണേണ്ടിയിരുന്നു. പ്ലാനിങ്ങിലെ പ്രശ്നമാണ്. നേരത്തെ കാണേണ്ടിയിരുന്നു. കാരണം ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇറാനുമേൽ അമേരിക്ക ആക്രമണം നടത്തും എന്നുള്ളൊരു അന്തരീക്ഷത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു തുടങ്ങിയിട്ട് മാസങ്ങളായി. ശരിയല്ലേ? ഏത് നിമിഷം ആക്രമണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്യണമായിരുന്നു? ഇന്ത്യയെ പോലുള്ള രാജ്യം ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ച എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കുക്കിംഗ് മീഡിയത്തെയും നമ്മൾ തള്ളിക്കളഞ്ഞ് പൂർണ്ണമായിട്ടും LPGയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ LPGയെ പ്രോത്സാഹിപ്പിച്ചെടുത്തതും മാറി വരുന്ന സർക്കാരുകൾ തന്നെയാണ്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് വേറൊരു ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെ വരുമ്പോൾ ഈ ഭരണാധികാരികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങും നീക്കങ്ങളും നടത്തേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അതാണ് ഇത്ര പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് തീർന്നു ഗ്യാസായി പോകുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പം നാളെ ഇനി പെട്രോൾ തീരാം. തീർച്ചയായിട്ടും നാളെ ഇതിൻ്റെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അവിടെ ഇപ്പോൾ വലിയൊരു ഇത് വന്നിട്ടുണ്ട്. വലിയ തോതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ ഇറാൻ അവിടെ വലിയ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പല കപ്പലുകൾ ആ വഴി വന്നപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ടൈൽസ് ഉപയോഗിച്ച് നേരെ കപ്പലിനെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷിപ്പിംഗ് ലൈനുകൾ പൊതുവെ റിസ്ക് എടുത്ത് അതിലേക്ക് വരാൻ തയ്യാറാവില്ല. ഇനി റിസ്ക് എടുത്ത് വരുന്ന കപ്പലുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് റൈറ്റ് ചാർജും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്നുള്ളതിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടിയൊക്കെ നമ്മൾ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് ഉടനെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇറാൻ വാർ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രശ്നമായിട്ട് തന്നെ അവശേഷിക്കും കുറച്ച് നാളും കൂടെ. ഇന്ത്യയിലേക്ക് വരുന്ന പാചകവാതകത്തിൻ്റെ 90-95% വരുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് വഴിയില്ല. വേറെ ഓൾട്ടർനേറ്റീവ് വഴികളുണ്ട്. പക്ഷേ ആ ഓൾട്ടർനേറ്റീവ് വഴികൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. ചെലവേറുക, വളഞ്ഞു തിരിഞ്ഞു വരിക. മാത്രമല്ല ആ ഏരിയയിൽ നമുക്ക് പല രീതിയിലുള്ള ഹൂത്തികൾ യമനിൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ആക്രമണം വരിക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഹോർമുസ് അത്യന്തം അപകടകരമായ സ്ഥിതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേസമയത്ത് മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഇപ്പോൾ യമൻ്റെ അടുത്തുകൂടി വരുമ്പോഴും അങ്ങനെയുള്ള ഈവൻ ഇത് സൂയസ് കനാലിനെ വരെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ആകെ ചരക്ക് നീക്കത്തെ, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ ഇത് നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ അല്ല. ഇത് ലോകത്തെ തകിടം മറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ട് ഇതിനെ കാണുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ പോലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഇത് ഒന്നും ബാധിച്ചിട്ടില്ല. ഗൾഫ് മേഖല അത് ഇന്ത്യയുടെ പാചകവാത കൺസംഷൻ്റെ മൊത്തം വരുന്നതിൻ്റെ 60-65% നമ്മൾ ഇമ്പോർട്ടിലൂടെയാണ് പരിഹരിക്കുന്നത്. 2 മാർഗ്ഗങ്ങൾ സ്വീകരിക്കായിരുന്നു. ഒന്ന് സ്റ്റോറേജ് നേരത്തെ
ഉയർത്തി കുറച്ച് ഒരു മാസത്തേക്കകത്തൊരു സ്റ്റെപ്പിനെ ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് കാണാമായിരുന്നു. മറ്റൊന്ന്, ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, പൊതുമേഖല എണ്ണ കമ്പനികൾ പതുക്കെ LPG ഉൽപ്പാദനത്തിൽ നിന്ന് പുറകോട്ട് വരുന്നു. കാരണം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്യാനാണ് ലാഭകരമായ ഓപ്ഷൻ. അതുകൊണ്ട് അവർ മാനുഫാക്ചർ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. ഇപ്പോൾ ഗവൺമെൻറ് 10% ഉയർത്താൻ പറഞ്ഞിരിക്കുകയാണ് റിഫൈനറികളോട്. അത് നേരത്തെ ആകായിരുന്നു. ഒരു 10% ഉയർത്തി കാര്യങ്ങൾ പൊസിഷൻ മുൻകൂട്ടി കാണണം. അതൊരു ഭരണകൂടത്തിൻ്റെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം ഇല്ലായ്മ. അതാണ് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന 4ാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ നമ്മൾ കാണാതെ പോയ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ തള്ള് വെറും തള്ളായിരുന്നെന്ന് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രശ്നം എന്താ? ക്രൂഡ് വില $100 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. $200 ആവുന്ന $200 ആവുമെന്ന് സൈനിക വക്താവ് പറയും. മുന്നറിയിപ്പ് പോലെ ആകും. അതാക്കുമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഖത്തർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് $150 എന്തായാലും പ്രതീക്ഷിക്കണം എന്നുള്ളത്. എന്തായാലും എങ്ങനെയായാലും നമ്മളൊരു ആവറേജ് പൊസിഷൻ 100 മുകളിലായിരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാം. $60, $65, $70 നിന്നിരുന്ന സാധനമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ട്രേഡ് ബാലൻസിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഭയങ്കര ഭീമമാണ്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ള തോമസ് അവശേഷിക്കുന്നതെന്ന് വെച്ചാൽ ഡോളറിൻ്റെ വില ഗംഭീരമായിട്ട് അങ്ങോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 92 രൂപയ്ക്ക് മുകളിലാണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഈ ഇറക്കുമതി ചെലവുകൾ കുത്തനെ ഉയരും. ഒരേ സമയം സാധനത്തിൻ്റെ വില ഉയരുന്നു, അതിന് കൊടുക്കേണ്ട പണത്തിൻ്റെ മൂല്യവും ഉയരുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ ഒരു ദൂഷിത വലയം നമ്മൾ പറയാവുന്നൊരു വിഷ സർക്കിൾ എന്ന് പറയാവുന്ന സംഭവം രൂപപ്പെടുകയാണ്. അത് വരുമ്പോൾ ഉപഭോക്താവിനെ അത് വല്ലാതെ ബാധിക്കും. 2 രീതിയിലാണ് ഷോർട്ടേജ് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇനി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ഇപ്പോൾ ഉയർത്തില്ല എന്ന് പറയുന്നു. അതിന് നമുക്ക് അനുകൂലമായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. കേരളം, തമിഴ്നാട്, ബംഗാൾ അടക്കമുള്ള 5 പ്രമുഖ സംസ്ഥാനങ്ങളിൽ. അവിടെ എല്ലാം BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണം പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നീങ്ങുന്നൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ബംഗാളിൽ ഭരണം പിടിക്കാൻ ഉറപ്പിച്ച് തന്നെ പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു മാസത്തേക്കോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എങ്ങനെയായിരിക്കും കൊണ്ടുപോകാമെന്ന് അതുമാത്രം നമുക്ക് അറിയാനുള്ളൂ. അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് വലിയൊരു വിഷയത്തിലേക്ക് വരികയാണ്. തോമസ് ഇപ്പം അത് നിരീക്ഷിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് നോക്കണത്. അതായത് ഈ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് വിചാരിച്ചിരുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് സംഭവമൊക്കെ അടിച്ചു തീർത്ത് പോരാം എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇത് മാറി, സിറ്റുവേഷൻ മാറുന്ന സിറ്റുവേഷൻ. അവർ പ്രതീക്ഷിക്കാത്തൊരു ചെറുത്തുനിൽപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇറാൻ ഗൾഫിലെ അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുന്നു. ഇസ്രായേലിലേക്കും ശക്തമായ ആക്രമണം. ഇപ്പോൾ ടെല്ലവീലും ജെറുസലേമിലൊക്കെ വലിയ ആക്രമണങ്ങൾ നടന്നിരിക്കുകയാണ്. പക്ഷേ ഈ അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ അക്കാര്യങ്ങൾ അത്രയ്ക്കാണ് പുറത്തേക്ക് വിടുന്നില്ല. നമുക്ക് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകൾ വരുന്നത് തന്നെ നെതന്യാഹുവിൻ്റെ സഹോദരൻ മരിച്ചു എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ശക്തമായിട്ട് ഇറാനിലെ മീഡിയ പ്രസരിപ്പിക്കുമ്പോൾ ഇസ്രായേൽ മൗനം പാലിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇസ്രായേൽ പറയുന്നില്ല. അതുകൊണ്ടൊരു സംശയം ലോകത്തിൽ നിലനിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് കാര്യമായിട്ട് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടൊരു സാഹചര്യം ഉണ്ടോ എന്നൊക്കെ ഉള്ള വിഷയമുണ്ട്. അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോവും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ. ഇപ്പോൾ അമേരിക്ക ചെയ്തത് ഇറാനെ സംബന്ധിച്ച് വല്ലാത്ത അപമാനം ഉണ്ടാക്കി കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവരുടെ പരമോന്നത മതനേതാവും രാഷ്ട്ര നേതാവുമായിട്ടുള്ള ആയത്തുള്ള ഖമനേയിയെ അവർ കൊന്നു എന്ന് മാത്രമല്ല, ആ കുടുംബത്തെ നശിപ്പിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ പ്രമുഖരായ പല നേതാക്കന്മാരെയും വധിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി. അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ സ്ഥിതിയാണ്. ആ അപമാനകരമായ സ്ഥിതിയെ എത്ര ദുർബലനാണെങ്കിലും അത് നേരിടും നമ്മൾ അപമാനിക്കുകയാണെങ്കിൽ. അതിപ്പോൾ ലോകത്തെ ആരാണെന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ട് തന്നെ ആലോചിച്ച് നോക്കി. എത്ര ദുർബലനാണെങ്കിലും നമ്മൾ അപമാനിക്കപ്പെടുന്നു. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അച്ഛനെ അമ്മയെ അങ്ങനെയൊക്കെ അപമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ദുർബലനാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിരോധം നമ്മൾ ഉയർത്തും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ അമേരിക്കയ്ക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു വലിയ വീഴ്ച എന്ന് പറയുന്നത് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാം എന്നവർ പ്രതീക്ഷിച്ചു. പക്ഷെ അത് മാറ്റാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ പുറകോട്ടേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായി. അവർ ഒരുമിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയിലേക്ക്, രാജ്യം എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോകും. അത് മാത്രമല്ല, ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം, ഒരു യുദ്ധം എന്ന് പറയുന്നത്, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം നടക്കുന്നത്, ആ ജനത എടുക്കുന്നത് അവിടുത്തെ ഭരണകൂടം, പ്രത്യേകിച്ച് മതമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്, ഭരണകൂടത്തെ മുന്നോട്ട് നയിക്കുന്നത് മതമാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ യുദ്ധങ്ങളെല്ലാം ജിഹാദുകളായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധങ്ങളായി പരിണമിക്കും. അപ്പോൾ അതുകൊണ്ട് ജിഹാദും സാധാരണ യുദ്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്.
സാധാരണ യുദ്ധത്തിൽ പട്ടാളക്കാർ ഇങ്ങനെ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടൊന്നും വന്നല്ല, പ്രൊഫഷണലാണ്, ജോലി എന്നുള്ള നിലയിൽ അവിടെ വരെയാണ്. അതിനിടയിൽ ചിലപ്പോൾ മരണമുണ്ട്. മറ്റതങ്ങനെയല്ല, മരണം കിട്ടിയാൽ അത് സ്വർഗ്ഗലോകത്ത് വലിയൊരു ഇതുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അവിടെയാണ്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ കണ്ടിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, നോർത്ത് കൊറിയ ശക്തമായിട്ട് ഇറാൻ്റെ ഒപ്പം നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. നോർത്ത് കൊറിയ ഇതിനിടയിൽ വലിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ചൈനയ്ക്ക് വലിയ തോതിലുള്ള അസ്വാരസ്യം ഈ പ്രശ്നം മൂലം ഉണ്ടായിട്ടുണ്ട്, റഷ്യയ്ക്കുമുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് തോമസ് ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ ആകെ കീഴ്പ്പെടുത്താനുള്ള അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ ഒരു ശ്രമമാണ് ഈ യുദ്ധം. അത് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ആ തുടക്കം മുതൽ തന്നെ ആ ഒരു രീതിയിലേക്ക് അതിനെ ആ രീതിയിൽ കാണണം. ഉദാഹരണത്തിന് കാനഡ ഞങ്ങളുടെ രാജ്യമാണെന്ന് അവകാശപ്പെടുക, ഗ്രീൻലൻഡ് ഞങ്ങളുടെയാണെന്ന് പറയുക, മെക്സിക്കോ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുക, ഇപ്പോൾ ക്യൂബയ്ക്ക് എതിരെ ഉപരോധം ഏർപ്പെടുത്തി ക്യൂബയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ആഗോളതലത്തിലൊരു സാമ്രാജ്യത്വ വികസനത്തിന് ശ്രമിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ഇസ്രായേലിൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരിക. ലെബനനെ ആക്രമിച്ച് ഭയങ്കരമായിട്ട് പിടിക്കുന്നു, ഗസ കീഴ്പ്പെടുത്തി കഴിഞ്ഞു, വെസ്റ്റ് ബാങ്കിൽ നിന്ന് ആളുകളെ ഓടിക്കുന്നു. ഇതൊക്കെ ലോകരാജ്യങ്ങൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ നിരീക്ഷിക്കുക. ചൈനയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് യുദ്ധത്തിനൊന്നുമില്ല, ഞങ്ങളുടെ കാര്യം, ഞങ്ങൾ നല്ല സാമ്പത്തികം. പക്ഷേ പ്രശ്നങ്ങൾ ഒരു പടി കൂടി കടക്കുമ്പോൾ അവിടെ നിൽക്കില്ല. അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ പരിണമിക്കും, റഷ്യയ്ക്കും ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഏത് രീതിയിൽ ഇതെല്ലാം പരിണമിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വർഷങ്ങളോളം നീണ്ടുപോകാൻ, ഒരുപക്ഷെ വർഷങ്ങളോളം നീണ്ടുപോകാം. മൂന്നാം ലോകം ഹായുധായി പരിണമിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഉള്ളൊരു സാഹചര്യം നിലവിലില്ല, അത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സാധ്യതകൾ അതിവിദൂരമായിട്ടെങ്കിലും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിനകത്തുള്ള പ്രശ്നം. അതുകൊണ്ട് ഈ സാഹചര്യം ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെയും സാമ്പത്തിക സാഹചര്യങ്ങളെ ആകെ അലങ്കോലപ്പെടുത്തുന്ന, ആകെ ദുർബലമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധമായിട്ട്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം, അല്ലെങ്കിൽ തായ്വാനും ചൈനയായിട്ടുള്ള സംഘർഷം, ഈ നിലയിലല്ല ഈ കാര്യം നിൽക്കുന്നത്. സ്ട്രാറ്റജിക് ലൊക്കേഷനെ പിടിച്ചെടുക്കാനുള്ള, ലോകത്തെ എണ്ണ മുഴുവൻ ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള, സാമ്പത്തിക മേഖലയെ മുഴുവൻ നിയന്ത്രണത്തിലാക്കാനുള്ള, ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാനുള്ള, സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം വരുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിന് ഒരു ലക്ഷ്യമല്ല, തൊടുക്കുന്ന ഒരു അമ്പിന് 1000 ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്ന. അർജുൻ്റെയൊക്കെ അമ്പിനെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്ന പോലെ 1000 ലക്ഷ്യങ്ങളോട് കൂടിയാണ് ട്രംപ് ഭരണകൂടം ഈ യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നത്. അനിവാര്യമായിട്ടുള്ള പ്രതിസന്ധി ലോകത്തിനുണ്ടാവും. നമ്മുടെ രാജ്യം ദുർബലമായ രാജ്യമാണെന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു യുദ്ധം കൂടിയാണിത്. കേവലം ഒരു LPG ഷോർട്ടേജ് അല്ല വിഷയം, വരാനിരിക്കുന്നത് ഇതിനും ദുരന്തമായ നാളുകളാണ്. അതാണ് തോമസേ നമ്മൾ വിലയിരുത്തേണ്ടത്. കേവലം LPG ഷോർട്ടേജ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തുടക്കം, നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ചെറിയൊരു കാര്യമായിട്ടാണ് കാണേണ്ടത്. ഇത് അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അത് അവസാനിച്ച് പോട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. അത് ഏത് രീതിയിലാണ് ലോകത്ത് പരിണമിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ, ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് ഏറ്റവും ദുർഘടമായൊരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഭരണാധികാരികൾ അത്തരത്തിൽ ജാഗരൂകരായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും.